നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുള്ളിലവ് എന്ന വൃക്ഷത്തെയാണ്. പേര് പോലെ തന്നെ തടിയിൽ നിറയെ മുള്ളുകളുള്ള ഒരു വൃക്ഷമാണ് മുള്ളിലവ്. മുരുക്കിനോട് സാമ്യമുണ്ട് ഇതിന്. റൂട്ടേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാന്തോക്സൈലം റെഡ്സ എന്നാണ്. കൊത്തുമുരുക്ക്, മുള്ളിലം എന്നൊക്കെ ഇതിനെ പറയപ്പെടാറുണ്ട്. പശ്ചിമഘട്ടത്തിൽ എല്ലായിടത്തും ഇത് കാണപ്പെടുന്നു. 35 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ഈ മുള്ളിലവ്. മറ്റു ചെടികളിലെ ഇലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തതാർന്ന ഇലകളാണ് ഈ മുള്ളിലവിനുള്ളത്. ഈ മുള്ളിലവിൻ്റെ ഇലകൾ ഇലത്തണ്ടിൽ സമുഖമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലത്തണ്ടിലും ചെറിയ ചെറിയ മുള്ളുകൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ കായ്കൾക്ക് കുരുമുളക് മണിയെപ്പോലെയാണ്. അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം കാണും. അത് ഉണക്കി കറികളിൽ മസാലയായിട്ട് ഉപയോഗിച്ചു വരാറുണ്ട്. തടിയിലുണ്ടാകുന്ന ഇതിൻ്റെ മുള്ളുകൾ മൂത്തു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ അത് ചെത്തി അച്ചും അതുപോലെ സീലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ ഭാരം കുറവാണ് ഇതിൻ്റെ തടിക്കുള്ളത്. പൂമ്പാറ്റകളുടെ ലാർവയുടെ ഒരു ഇഷ്ടഭക്ഷണമാണ് ഈ മുള്ളിലവിൻ്റെ ഇല. ഇതിൻ്റെ തൊലിയും അതുപോലെ കായുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ശ്വാസകോശ രോഗത്തിനും അതുപോലെ കോളറ, വയറുവേദന, മലമ്പനി എന്നിവയ്ക്കുമൊക്കെ ഇതിൻ്റെ തൊലി ധാരാളമായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ മുള്ളിലവ് അതിൻ്റെ ഈ തൊലിയും ഇലയും എടുത്തിട്ട് കഷായം വെച്ചിട്ട് കഴിച്ചാൽ ഈ ശ്വാസം മുട്ടുന്ന കണ്ടീഷനിൽ കുറച്ച് കുറവ് കിട്ടും. മാത്രമല്ല ഈ ഹൃദയം ഇങ്ങനെ വല്ലാണ്ട് ഇടിക്കുന്ന ചില കണ്ടീഷൻ ഉണ്ട്. ഈ കിതപ്പ്, അങ്ങനെയുള്ള കിതപ്പുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഈ കഷായം വെച്ച് കൊടുക്കാൻ. ഈ കഷായം പെട്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. ഇതിന് ഇലയുടെ നീരെടുത്ത് തേൻ ചേർത്ത് കൊടുത്താലും നന്ന്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമുള്ളത് ഇതിൻ്റെ ഈ മുള്ളുണ്ട്. ഈ മുള്ള് അതങ്ങനെ എടുത്തിട്ട് ഈ തവിഴാമള നീരിൽ അങ്ങോട്ട് അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് പോൾട്ടീസ് ആക്കിയിട്ട് ഈ നടുവേദന ഉള്ള ആൾക്കാർക്ക് ഈ കശേരുവിൻ്റെ തള്ളലുണ്ടായിട്ട് നടുവേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ അത് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് നിൽക്കും. അങ്ങനൊരു പ്രയോഗമുണ്ട്.